ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം തംബ്നെയിലിൽ നിങ്ങൾ കണ്ടതുപോലെ പുതിയൊരു വെറൈറ്റി ആയിട്ടുള്ള ഹെയർ ക്ലിപ്പുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇതേപോലെ ഒരു ഹെയർ ക്ലിപ്പാണ്, കുറച്ചൊരു മോഡിഫിക്കേഷനും കൂടി ഉണ്ട്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 2 കളറിലുള്ള റിബൺ എടുത്ത് വെക്കുക. പിന്നെ സെൻറ്റർ പീസ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സെയിം കളർ എടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ വേറൊരു കളർ എടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മെഷർമെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് റിബൺസ് എടുത്ത് വെക്കുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു 16.5 സെൻറ്റിമീറ്ററിൻ്റെ ഒരു റിബൺ എടുത്ത് വെക്കുക. എല്ലാ റിബണും 2.5 സെൻറ്റിമീറ്റർ വീതിയാണുള്ളത്. അപ്പോൾ ഈ 2 സൈഡിലും 5.5 സെൻറ്റിമീറ്റർ ഒരു സ്പേസ് വരുന്ന രീതിയിൽ ഈ സെൻറ്റർ പീസ് അതിൻ്റെ നടുക്കേക്ക് വെച്ചിട്ട് ഇതുപോലെ പിൻ ചെയ്തെടുക്കുക. അപ്പം ഈ സെൻറ്റർ പീസ് എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു ക്രീം കളറാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ 2 സൈഡിലും 5.5 സെൻറ്റിമീറ്റർ വിട്ടിട്ട് വേണം നമ്മളതിൻ്റെ സെൻറ്ററിലേക്ക് ഇത് പിൻ ചെയ്ത് വെക്കാനായിട്ട്. ഇനി നമുക്കിതിൻ്റെ ഫോൾഡിങ് വേണം. അപ്പോൾ ഇതേപോലെ 2 പീസ് നമ്മൾ റെഡിയാക്കി വെക്കുക. അപ്പോൾ ഇനി കാണുന്ന ഇതുപോലെയാണ് നമ്മളിനി ഫോൾഡ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോൾഡിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള പീസ് സെൻറ്ററിലേക്ക് ഇതുപോലെ മടക്കിയെടുക്കുക. ഇങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ മുകളിലേക്ക് മടക്കണം. പിന്നെ നമ്മുടെ ആ പിന്ന് ബാക്ക് സൈഡിൽ നമ്മൾ കുത്തി വെച്ചിരിക്കുന്ന ആ പിൻ അങ്ങ് റിമൂവ് ചെയ്യുക. എന്നിട്ട് ഇനി അത് ബാക്ക് സൈഡിലേക്ക് വേണം നമ്മൾ ഫോൾഡ് ചെയ്യാനായിട്ട്, ഇതേപോലെ. അപ്പോൾ അത് കറക്റ്റ് എൻ്റെ ആ ഒരു എൻഡിങ് പോർഷൻ താഴെ വന്നിരിക്കും, കറക്റ്റായിട്ട് വരും. അപ്പോൾ അതിനുശേഷം വീണ്ടും ഒന്ന് പിൻ ചെയ്ത് വെക്കുക. പിൻ ചെയ്ത് വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ 2 സൈഡും ഒരേപോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പീസ് സെൻറ്ററിലേക്ക് മടക്കി വയ്ക്കുക. അതിനുശേഷം സൈഡിൽ കൂടി മുകളിലേക്ക് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്ന രീതിയിൽ മടക്കിയിട്ട് ബാക്ക് സൈഡിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം പിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ 2 പീസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 പീസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കുകയാണ്, എന്നാലാണ് നമുക്ക് ഈ ഷേപ്പ് കിട്ടുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബേസ് നോക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. അതായത് 2 സൈഡിലും അതിൻ്റെ ബാക്ക് സൈഡിലുള്ള പീസസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നൊന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ബാക്ക് സൈഡിലേക്കൊന്ന് നോക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ പിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ടൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സെൻറ്റർ പീസിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ചിരിക്കുന്ന ഒരു ക്ലിപ്പിൻ്റെ സെൻറ്റർ പീസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ 2 പീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ 2 സൈഡിലും ഇതേപോലെ ടൈറ്റ് ചെയ്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വലിച്ചു പിടിക്കണം. അതിനുശേഷം ടൈറ്റ് ചെയ്തിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ സെക്കൻഡ് പീസും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ബോട്ടം പോർഷനിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്, മറക്കരുത്. 2 ലെയേഴ്സും ഫ്രണ്ട് ആൻഡ് ബാക്ക് ലെയേഴ്സ് കറക്റ്റായിട്ട് കിട്ടാൻ ശ്രമിക്കണം. അതിനുശേഷം നമുക്ക് ഈ 2 പീസും റെഡിയാക്കി വയ്ക്കാം, മുറുക്കി കെട്ടി വയ്ക്കുക. ഇനി നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡിൽ വെക്കേണ്ട ഒരു ബട്ടർഫ്ലൈ ഷേപ്പ് അല്ലെ ബോ ഷേപ്പിൽ ഉള്ള ഒരു പീസസ് ആണ് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ചതിന് ഒരു പീസേ ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്നാൽ ഞാനിപ്പോൾ 2 ബോസാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ഒന്ന് വലുതും ഒന്ന് ചെറുതും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 14 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ചെറുതാണിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് 16 സെൻറ്റിമീറ്ററിൻ്റെ ഒരു വലിയ ബോയും ഉണ്ടാക്കണം. അപ്പോൾ 2 പീസാണ് നമുക്ക് ബോയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ 14 സെൻറ്റിമീറ്ററിൻ്റെ 2 പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓർത്തിരിക്കുക, എല്ലാ റിബണും 2.5 സെൻറ്റിമീറ്റർ വീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിൻ്റെ മിഡിൽ പോർഷൻ സെൻറ്ററിലായിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്യാം. ഇതിൻ്റെ എൻഡൊക്കെ ഇതേപോലെ ഒന്ന് ലോക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ഒരു എൻഡ് സെൻറ്ററിലേക്ക് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് പീസും ഇതേപോലെ തന്നെ ഒന്ന് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം നമുക്ക് താഴെ കാണുന്ന മറ്റേ ഓപ്പോസിറ്റ് പോർഷനിലുള്ള ആ ഒരു എൻഡും സെൻറ്ററിലേക്ക് വെച്ചിട്ട് ഒരു ബോ ഷേപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടുന്നത്. അപ്പോൾ 2 പീസും ഇതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ആദ്യം ഞാനൊരു 14 സെൻറ്റിമീറ്ററിൻ്റെ ബോയും ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ 16 സെൻറ്റിമീറ്ററിൻ്റെ കുറച്ചും കൂടെ വലുപ്പമുള്ള ഒരു ബോയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഒരു 3 പീസായിട്ടാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ബോ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് നോക്കാം. നമ്മളിത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് വലിച്ച് കെട്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് ശേഷം നമ്മുടെ ബോയുടെ മുകളിലേക്ക് നമ്മുടെ ഏറ്റവും മുകളിൽ കാണുന്ന ഫ്രണ്ട് പീസ് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ അറ്റാച്ച് ചെയ്യാം. ഇനി ഞാനൊരു ക്ലിപ്പിലാണിപ്പോൾ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം ഉണ്ടാക്കിയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹെയർ ബാൻഡിലൊക്കെ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. ഹെയർ ബോയിലും ഒക്കെ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ 2 സൈസിലുള്ള ബോസ്. പിന്നെ മുകളിലേക്ക് നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷനിലുള്ള പീസ് നമുക്ക് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ ചെറിയ റിബണിൻ്റെ മുകളിലേക്ക് വയ്ക്കുക, ചെറിയ ബോ.
ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഫ്രണ്ട് പീസും വെക്കണം. അതിനുശേഷം നമുക്ക് ആ സെൻറ്ററിൽ കാണുന്ന ആ നമ്മൾ ഗ്ലൂ ഒക്കെ ഒട്ടിച്ചേക്കുന്ന ഒരു ആ ഭംഗിയില്ലായ്മ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സെൻറ്റർ പീസ് വെക്കാം. അപ്പോൾ സെൻറ്റർ പീസ് ഞാൻ ഓൾറെഡി നേരത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് എങ്ങനെ ഒട്ടിക്കുന്നതെന്ന്. അപ്പോൾ 7 സെൻറ്റിമീറ്റർ ലെങ്ത്തിലാണ് ഞാൻ ഈ ഒരു സെൻറ്റർ പീസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പഴയ വീഡിയോ ഒക്കെ നോക്കിയിട്ട് അതേപോലെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ നമ്മുടെ സെൻറ്റർ പീസ് ബാക്ക് സൈഡിലായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് അപ്പോൾ ഞാനൊരു കോൺട്രാസ്റ്റ് കളറിൽ എടുത്തത് ബ്ലൂ കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം ഒട്ടിച്ചതിന് ശേഷം നമ്മുടെ ബാക്ക് സൈഡിലേക്ക് നമുക്കൊരു ചെറിയ ക്ലിപ്പ് അറ്റാച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഹെയർ ബോയിൽ നിങ്ങൾക്കിത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുമല്ലോ അല്ലേ? നിങ്ങളുടെ കൊച്ചു കുട്ടികൾക്കായിട്ട് എല്ലാവരും ട്രൈ ചെയ്യുക. അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ വെറൈറ്റീസ് ആയിട്ടുള്ള പല ആക്സസറീസും നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കുക. അതായത് ഇതുപോലെ പേൾ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് ആക്സസറീസൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഹാങ്ങിങ് ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. കീപ്പ് വാച്ചിങ്. താങ്ക് യു സോ മച്ച്.